ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ആൻറ്റിക് മിറർ DIY ചെയ്താലോ? അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ടാണെങ്കിൽ ഞാനൊരു മിററും എടുത്തിട്ടുണ്ട്. എന്നിട്ട് മിററിൻ്റെ ആണെങ്കിൽ സൈസ് ഞാൻ കാർഡ്ബോർഡിലാണെങ്കിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്ട്രാ ആണെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ അളവെടുത്തിട്ടാണെങ്കിൽ ബോർഡർ പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴോട്ടാണെങ്കിൽ സെൻറ്റർ കണ്ടിട്ട് 2 സെൻറ്റിമീറ്റർ വീതി എടുത്തിട്ട് ഇതുപോലെ വാല് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ആൻറ്റിക് വാൾ കണ്ണാടിയാണ്. സ്ക്വയർ ഷേപ്പിലെ മിററാണ് എൻ്റെ ഉള്ളത്. അപ്പോൾ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു വാൾ കണ്ണാടിയാണ് ഞാൻ ഇവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്ക്വയർ ഷേപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് ഹാർഡ് ഷേപ്പിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പം കുറച്ചുകൂടി ഈസി ആയിട്ട്, എൻ്റെ ഇരിക്കുന്ന കാർഡ്ബോർഡ് അത്ര നല്ലതല്ല, വളഞ്ഞു പൊളഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് സ്ക്വയർ ഷേപ്പിലാണ്. അപ്പോൾ ഞാൻ അതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 2 പീസ് കാർഡ്ബോർഡിലാണെങ്കിൽ ഞാനാണെങ്കിൽ മിററിൻ്റെ സൈസ് അടയാളപ്പെടുത്തി എടുത്തു. എന്നിട്ട് ഒരെണ്ണത്തിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ കാർഡ്ബോർഡ് പീസിലോട്ടാണെങ്കിൽ മിറർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളാണെങ്കിൽ സെൻറ്റർ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു കാർഡ്ബോർഡിൻ്റെ ഫ്രെയിം ആണെങ്കിൽ സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോയ്ക്ക് അത് കാണുന്ന പോലെ നമുക്ക് ഫ്രെയിം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ടാണെങ്കിൽ എൻ്റെ ഒരു മാസ്ക് ടേപ്പ് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പീസിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഈ കാർഡ്ബോർഡ് പീസുകൾ ഒട്ടിയിരുന്നോളും. ഇനിയാണെങ്കിൽ ഞാൻ മോൾഡ് ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു സിലിക്കോൺ മോൾഡ് എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ആണെങ്കിൽ നമ്മുടെ മിററിൻ്റെ ഫ്രെയിം ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സിലിക്കോൺ മോൾഡ് വെച്ചിട്ടാണെങ്കിൽ ക്ലേ കൊണ്ട് പല ഷേപ്പുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയെടുത്തപ്പോൾ സംഭവം പാളിപ്പോയി. കാരണം ഞാനത് പെട്ടെന്ന് തന്നെ ആണെങ്കിൽ മോൾഡിൽ നിന്നാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ നോക്കിയായിരുന്നു. ചിലപ്പോൾ എൻ്റെ മോൾഡ് ചെറുതായതുകൊണ്ടായിരിക്കാം. ഏതായാലും ഇത് നമ്മൾ മോൾഡിൽ ക്ലേ അപ്ലൈ ചെയ്ത് വെച്ച് ഒരു മണിക്കൂറിന് ശേഷമൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സെറ്റായിട്ട് കിട്ടും. നമ്മളൊന്ന് ശ്രദ്ധിച്ചൊന്ന് എടുത്താൽ മതി. നമുക്ക് ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം തന്നെ എടുക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. ചിലപ്പം ഓയിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പൗഡർ അപ്ലൈ ചെയ്തിട്ട് ഞാൻ നോക്കി. പക്ഷേ അതന്നേരം അവിടെ ഇവിടെയൊക്കെ വിട്ടാണ് വരുന്നത്. കറക്റ്റ് ഉള്ള ഷേപ്പിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ കിട്ടുന്നില്ല. അപ്പം ഏറ്റവും നല്ലത് സിലിക്കോൺ മോൾഡിലാണെങ്കിൽ നമ്മൾ ക്ലേ ആണെങ്കിൽ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം ക്ലേ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മാർഗം. അപ്പോൾ ഞാൻ ഇതുപോലെ ആണെങ്കിൽ പല ഷേപ്പിലാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മിററിൻ്റെ ഫ്രെയിമിലോട്ടാണെങ്കിൽ ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. നമ്മൾ മോൾഡിൽ നിന്ന് എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ വേറെയും കുറച്ചധികം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആണെങ്കിൽ എൻ്റെ ഇരുന്ന സിലിക്കോൺ മോൾഡ് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു ക്ലേയുടെ പാറ്റേൺസും ചെറുതായിരിക്കും. അപ്പോൾ ആണെങ്കിൽ ഇവിടെ എൻ്റെ മിറർ വലുതാണ്. അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ക്ലേയുടെ പാറ്റേൺസും മുറിച്ചൊക്കെ വെച്ചിട്ടും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു 2 എണ്ണമൊക്കെ ഒരുമിച്ച് വെച്ചിട്ടൊക്കെയാണ് ഞാൻ ഇതൊന്ന് സെറ്റാക്കി എടുക്കുന്നത്. ഇതുപോലെ മിററിൻ്റെ ഫ്രെയിം ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് മോൾഡ് വേണമെന്നൊന്നുമില്ല. നമുക്ക് കൈകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഫിഗേഴ്സൊക്കെ ആയാലും നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഏതെങ്കിലും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എൻ്റെ സിലിക്കോൺ മോൾഡ് ഞാനൊന്ന് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി മേടിച്ചായിരുന്നു. അപ്പോൾ അത് വെച്ച് തന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാനിത് ചെയ്തെടുത്തതാണ്. അപ്പോൾ ക്ലേ ഒക്കെ ഉണങ്ങി എടുത്ത് നമ്മുടെ ആ ഒരു ക്ലേ ഒക്കെ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇനിയാണെങ്കിൽ ഈ ഫ്രെയിമിന് മുകളിലായിട്ടാണെങ്കിൽ ഞാൻ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് കളർ ചെയ്തെടുത്ത് അതും ഉണങ്ങി കിട്ടി. ഇനി ഇതുപോലത്തെ സിൽവർ പൗഡർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ പൗഡർ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു ഫിഗേഴ്സിനെയൊക്കെ മുകളിലായിട്ടാണ് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ഒന്നൊന്ന് എടുത്ത് കാണിക്കും. ഈ സിൽവർ പൗഡറിന് പകരം നമുക്കാണെങ്കിൽ മെറ്റാലിക് ഗോൾഡ് അല്ലെങ്കിൽ മെറ്റാലിക് പേൾ ആ കളേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വാൾ കണ്ണാടിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഒരു സാധാരണ മിററിന് നമുക്ക് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് അതുപോലെ തന്നെ കുറച്ച് ക്ലേയും വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു മിററാക്കി എടുക്കാനായിട്ട് പറ്റി. നേരിട്ട് കാണുമ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ഇന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി. ഏതെങ്കിലും പൊട്ടിയ കണ്ണാടിയൊക്കെ വെച്ചിട്ടായാലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് 30 രൂപ, 40 രൂപ, 50 രൂപ ആ പ്രൈസിനൊക്കെ ആണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ഫ്രെയിമുള്ള മിറേഴ്സൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ലൊരു എലഗൻറ്റ് ലുക്കാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ടാറ്റാ, ബൈ.